അനന്തപുരിയുടെ അധിപതിയായ ആറ്റുകാലമ്മയ്ക്ക് മൺകലങ്ങളിൽ നിവേദ്യമൊരുങ്ങുന്ന ദിവസമാണ് നാളെ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് മുൻപെങ്ങും നൽകാത്ത ഒരു മതസൗഹാർദ്ദത്തിൻ്റെ റിയൽ കേരള സ്റ്റോറി ടച്ചുകൂടെ പാളയമ മാമിൻ്റെ വക പതിച്ചു നൽകിയിട്ടുണ്ടെന്നതിൽ തിരുവനന്തപുരത്തുകാർക്കും ആറ്റുകാലമ്മ ഭക്തർക്കും അഭിമാനിക്കാം. അമ്പലനടകളിൽ ഒരുക്കിയ നോമ്പുതുറ കേരള സ്റ്റോറിയായി വാഴ്ത്തപ്പെടാത്ത നാട്ടിൽ നോയമ്പുകാലത്തെ ഈ സഹനം നൽകുന്ന സോഷ്യൽ റീച്ച് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. തൽക്കാലം അതിൻ്റെ പിന്നിലെ അജണ്ട മനഃപൂർവ്വം വിസ്മരിക്കാം. ഇമാമിൻ്റെ മഹാമനസ്കതയ്ക്ക് നന്ദി പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മയായി ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച ആറ്റുകാൽ പൊങ്കാല കേവലം ഒരു വഴിപാടല്ല, അത് ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും പാരമ്യമാണ്. മഹായാഗങ്ങൾ പോലെ പുണ്യമാണ്. ശ്രീകോവിലിനുള്ളിൽ നിന്നും ദീപം പണ്ടാര അടുപ്പിലേക്കും പിന്നീട് പൊങ്കാല അടുപ്പുകളിലേക്കും പകർന്ന് അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ മന്ത്രധ്വനിയിൽ ലയിച്ച് പഞ്ചഭൂതാത്മക ശരീരത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അംശങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം എല്ലാ വിശ്വാസികൾക്കും ലഭിക്കുമാറാകട്ടെ. മാളികപ്പുറങ്ങളുടെ ശബരിമലയിൽ ആറ്റുകാല അമ്മയുടെ സന്നിധിയിൽ പൊങ്കാല സമർപ്പിക്കാനെത്തുന്ന എല്ലാ ഭക്തർക്കും അമ്മയുടെ അനുഗ്രഹം ലഭ്യമാകുവാൻ മന്ത്രയും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും മന്ത്രയുടെ പൊങ്കാല ആശംസകൾ. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.